സോ ഫ്രണ്ട്സ്, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ മെയ്യിലോ ഏപ്രിലോ കണ്ടാണ് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും. ഞാനപ്പോൾ +2 പഠിക്കുമായിരുന്നു. +2 പഠിക്കുന്ന സമയത്ത് പിന്നെ +2ൻ്റെതായിട്ട് കുറേ കാര്യങ്ങളൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനൽ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് എഴുതി. അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ, എന്നെ പോലുള്ള മിക്ക തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സും അല്ലെങ്കിൽ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും എന്തേ ആയിക്കോട്ടെ, ഇതായിരുന്നു മെയിൻ വിഷയമാണ് ഓഡിയോ ക്വാളിറ്റി. ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഞാനിവിടെ ഇന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഇതിനകത്ത് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മൈക്ക് നോക്കാം. അപ്പം മൈക്കിന് ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 2000, 2500, 3000 രൂപയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ എല്ലാവരുടെയും വിചാരം ഒരു 500 രൂപയ്ക്കകത്ത് നല്ലൊരു മൈക്ക് വേണം എല്ലാവർക്കും. അപ്പോൾ ഞാൻ നോക്കി കണ്ടുപിടിച്ചതാണ് മാക്ക് എന്ന് പറയുന്നത്. ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ആമസോണിൽ നിന്ന് നല്ല 500 രൂപയ്ക്കകത്ത് ഞാൻ നോക്കി മാക്ക് എന്ന് പറയുന്നത് നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചത് മേടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ വീഡിയോ ആണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ട്സ്. അപ്പോൾ ഇവനാണ് നമ്മുടെ സാധനം, മാക്ക് എന്ന് പറയുന്ന കമ്പനി. ഇതിനകത്ത് വേറൊരു പെട്ടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതത്ര നല്ല പാക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം കൈ കിട്ടിയപ്പോൾ നല്ല സ്റ്റണിങ്ങൊക്കെ ഇരിക്കുകയാണ്. നമുക്ക് തുറന്നു നോക്കാം. യെസ്, ഉണ്ട് ഗൈസ്. അത് അത്യാവശ്യം നല്ല ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി. വയർലെസ് ലാവലയർ മൈക്രോഫോൺ എന്ന് പറയുന്ന മാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്രോഫോൺ. അപ്പോൾ ഗൈസ്, ഇതിന് വില വരുന്നത് വെറും 449 രൂപ, 450 രൂപ, 500 രൂപയ്ക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ്. അപ്പോൾ ഇത് ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് വലിയ ഡിസ്റ്റർബൻസ് ഈ ഫോണിൻ്റെ മൈക്കിനകത്ത് തോന്നുന്നില്ലായിരിക്കും. കാരണം ഇപ്പോൾ അത്യാവശ്യം ഇവിടെ നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അല്ലാത്ത സമയത്തേക്കും പുറത്തിറങ്ങി നോക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. നമുക്കൊട്ടും എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ മൈക്ക് ഓർഡർ ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം ഇനി ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ഞാനിപ്പോഴാണ് ഇതിനകത്ത് ഇത് വേറൊരു കവറിലായിരുന്നു വന്നത്. അത് മാത്രമേ ഞാൻ പൊട്ടിച്ചുള്ളൂ. പിന്നെ ഞാൻ തുറന്നു നോക്കില്ല. ഞാൻ വിചാരിച്ച് ഇത് വീഡിയോ ആക്കി ഇട്ടിട്ട് തുറന്നു നോക്കാമെന്ന് എഴുതി. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഇതിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ മേടിച്ച കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അത് ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്താണ്. ആ ഫിഗർ, ആക്ഷൻ ഫിഗർ. പിന്നെ അത് ഞാൻ പെട്ടിക്കകത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊന്നും ഇതൊക്കെ അല്ലാതെ ഞാൻ എൻ്റെ യൂസിന് വേണ്ടി മേടിച്ച സാധനങ്ങളാണ്. അതൊന്നും ഞാൻ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇതായിട്ടിടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഒരു യൂസർ മാനുവലുണ്ട്. ഇതൊക്കെ ഇതിനെ പറ്റിയുള്ളതും ഇതിനെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവർക്ക് വേറെ ടൈപ്പ് മോഡൽ മൈക്കും ഉണ്ട് ഗൈസ്. അത് ഉണ്ട്. ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടിയതാണ്. ഇതവരുടെ ഏറ്റവും ചീപ്പസ്റ്റാണ്. ഇത് തന്നെ നിങ്ങൾക്ക് പല വേരിയൻ്റായിട്ട് കിട്ടും ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ബോക്സോടെ വേണമെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് ആവും. ഇതിപ്പോൾ ബോക്സ് ഇല്ലാത്തതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബോക്സിനകത്ത് തന്നെ 2 എണ്ണം വരുന്നുണ്ട്, 1 എണ്ണം വരുന്നുണ്ട്. ഇത് ബോക്സ് ലെസ് ആണ്, ഇത് ബോക്സ് ഇല്ലാത്തതാണ്. പിന്നെ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ അഡാപ്റ്ററാണെന്ന് തോന്നുന്നു. ഫോണിൽ കുത്തുള്ള ഈ C ടൈപ്പ് അഡാപ്റ്ററാണ്. പിന്നെ ഇതൊരു താങ്ക്സ് കാർഡാണെന്ന് തോന്നുന്നു. വി താങ്ക് യു ഫോർ യുവർ ഓർഡർ, പ്രൊഡക്റ്റ് റിവ്യൂസ് ഫോർ ഓസം കസ്റ്റമേഴ്സ് ലൈക്ക് യു, ഹെൽപ്പ് അതേഴ്സ്, ഫീൽ കോൺഫിഡൻറ്റ്. ഓക്കെ, എന്തൊക്കെയുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മുടെ അഡാപ്റ്റർ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ സാധനം, മാക്ക്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട് ഗൈസ്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്കിത് വീഡിയോക്കകത്ത് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഫ്രണ്ട്സ്. പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ചാർജറാണെന്ന് തോന്നുന്നു ഇതിൻ്റെ. ഓക്കെ, ചാർജറാണ്. ഇത് C ടൈപ്പാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് ഐഫോൺ യൂസേഴ്സിന് വേണ്ടിയാണ് ഫ്രണ്ട്സ്. ഐഫോൺ ഉള്ളവർക്ക് ഇതിന് പകരം ഇത് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ഐഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു. ഭാവിയിലെങ്ങാണ് ഐഫോൺ മേടിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം ഫ്രണ്ട്സ്. അതേ ഇപ്പോൾ പറ്റും. ഓക്കെ,
യൂസർ മാനുവൽ ഇത് നോക്കിയിട്ട് വേണം ഫ്രണ്ട്സ് ചെയ്യാൻ. അല്ലാതെ ഡയറക്റ്റായിട്ട് കുത്തിയാൽ മതിയോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്കറിയണമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കിത് കണക്ട് ചെയ്തത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഞാൻ ഈ മൈക്കിനെ എൻ്റെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷനിലാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ഈ ഫാൻ്റെ സൗണ്ട് കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പുറത്ത് ടി വിയുടെ സൗണ്ടൊക്കെ ഉണ്ട്. അതൊന്നും വലുതായിട്ട് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഫാൻ്റെ സൗണ്ട് ഇപ്പോൾ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തതിന് സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ, തേർഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ, മൂന്ന് ലെവൽ നോയ്സ് ക്യാൻസലേഷനാണ് നമുക്കിത് ഈ മാക്കിൻ്റെ കമ്പനി നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു ഇതിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലും നോക്കി. അപ്പോൾ ഫസ്റ്റ് ലെവലാണ് നമുക്ക് കുറച്ചുകൂടെ ഇൻറ്റേർണൽ യൂസിന്, അതായത് വീടിനകത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ലെവലാണ് നല്ലത്. പുറത്ത് ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് ലെവലാണ് നല്ലത്. കാര്യം തേർഡ് ലെവലിലോട്ട് പോയാൽ നമ്മുടെ വോയിസ് നന്നായിട്ട് ഡ്രോപ്പ് ആകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഈ ഫസ്റ്റ് ലെവൽ നോയ്സ് ലെവൽ ക്യാൻസലേഷന് കിട്ടുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് തേർഡ് ലെവലിൽ ഒരിക്കലും കിട്ടില്ല. ഞാനത് കാണിച്ചു തരാം. സെക്കൻഡ് ലെവലിലും അത്യാവശ്യം നല്ല ഡ്രോപ്പുണ്ട് എന്നും പറഞ്ഞ് തേർഡ് ലെവലിൻ്റെ അത്ര ഡ്രോപ്പില്ല വോയിസിൽ. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാണ് ഫസ്റ്റ് ലെവലിന്. സെക്കൻഡ് ലെവൽ അത്യാവശ്യം കൊള്ളാം. പക്ഷേ തേർഡ് ലെവൽ നല്ല നമുക്ക് വോയിസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് തേർഡ് ലെവൽ ഞാൻ നിങ്ങൾക്ക് അതിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ പറയില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ലെവലാണ്. നമുക്ക് സെക്കൻഡ് ലെവൽ കാണിച്ചു തരാം. ഓക്കെ, സെക്കൻഡ് ലെവലായിട്ടുണ്ട്. സെക്കൻഡ് ലെവലാക്കുമ്പോൾ അത്യാവശ്യം ഈ ഫാൻ്റെ സൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എൻ്റെ വോയിസ് ചെറുതായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഞാൻ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ വോയിസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ക്യാമറ ഫോക്കസ് ആയെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കുമ്പോഴാണ് ഇവിടെ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലൊക്കെ ആക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ലെവലാക്കുമ്പോൾ 1 2 3. അപ്പം നിങ്ങളിപ്പോൾ കേൾക്കുന്ന സൗണ്ട് തേർഡ് ലെവലാണ്. എൻ്റെ വോയിസ് നല്ലോണം ഡ്രോപ്പ് ആവുന്നുണ്ടായിരിക്കാം. അത്യാവശ്യം വീട്ടിനകത്തായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലോണം ഫീൽ ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ വീടിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുമ്പോൾ നല്ല സൗണ്ട്, ചുറ്റുമുള്ള നല്ല സൗണ്ട് കാണുമല്ലോ. ആ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തേർഡ് ലെവൽ അത്ര നല്ലതല്ല. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലിൽ ബെസ്റ്റ് ഫസ്റ്റ് ലെവലാണ്. പിന്നെ സെക്കൻഡ് ലെവൽ ഒട്ടും നമുക്ക് ക്ലാരിറ്റി ഒട്ടുമില്ലെന്നല്ല, ബട്ട് നമ്മളൊരു നോയ്സ് ലെവൽ ക്യാൻസലേഷൻ ഇപ്പോൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ, അത് തേർഡ് ലെവലിൽ കിട്ടൂല. മാക്സിമം സെക്കൻഡ് ലെവൽ ഒരു പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. അത്യാവശ്യം കിട്ടും. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ലെവലാക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലെവലായിട്ടുണ്ട്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ 500 രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു മൈക്കാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഓക്കെ, 500 രൂപ ആയതുകൊണ്ട് തന്നെ കുറേ ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് 1 ഞാൻ പറഞ്ഞ കണക്ക് തേർഡ് ലെവൽ, സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷനൊക്കെ നമ്മുടെ വോയിസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മൈക്ക് നമുക്ക് എല്ലാ ക്യാമറയിലും, ഫോണിൻ്റെ ക്യാമറ ഉണ്ടല്ലോ അതിനകത്ത് എല്ലാ ഡിവൈസിൻ്റെയും ഫോൺ ക്യാമറയ്ക്കകത്ത് നമുക്ക് പറ്റില്ല. അതിന് പകരം ഇവർ പറയുന്നത് ഇവരുടേതായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഓപ്പൺ ക്യാമറ എന്ന് പറയുന്നത്. അതെടുത്തിട്ട് വേണം നമ്മൾ ഈ മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കുന്നു. പിന്നെ ഞാൻ യൂസർ മാനുവൽ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് ഓപ്പൺ ക്യാമറയെ പറ്റി അവർ പറഞ്ഞത്. ഒറ്റ സ്ട്രെച്ചിന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശ്വാസം പോയി. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ് ഗൈസ്, ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗിങ് അല്ല അൺബോക്സിങ് വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് നെർവസാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെപ്രാളപ്പെട്ടിട്ടാണ് പറയുന്നതൊക്കെ. ഞാനത് അടുത്ത പ്രാവശ്യം റെഡി ആയിക്കോളാം. എൻ്റെ തൊണ്ട തന്നെ പറ്റിപ്പോയി, സോറി ഫ്രണ്ട്സ്. അപ്പം ഓപ്പൺ ക്യാമറയാണ് അവർ പറയുന്നത്. അതെടുത്തിട്ട് വേണം നമ്മൾ നമ്മൾ വേറൊരു ഫോൺ, ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ വർക്ക് ആവുന്നില്ലെങ്കിൽ ഓപ്പൺ ക്യാമറ യൂസ് ചെയ്താൽ അതിനകത്ത് എക്സ്റ്റേണൽ മൈക്ക് എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഞാൻ എൻ്റെ ക്യാമറയ്ക്കകത്ത് ഓൾമോസ്റ്റ് വേറെ 2-3 ഫോൺ എടുത്ത് ഞാൻ നോക്കി. അതിനകത്ത് സാംസങ്ങിൻ്റെ ഫോൺ ക്യാമറയിൽ വർക്ക് ആവണില്ല. അതിനകത്ത് ഞാൻ അപ്പോൾ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ പറ്റി. അതുകൊണ്ട് തന്നെ 500 രൂപയ്ക്കകത്തായതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴുകി വെച്ചാൽ നല്ല ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷനും സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷനൊക്കെ അടിപൊളിയാണ്. തേർഡ് ലെവലിലേക്ക് പോകണ്ടെന്നേ ഞാൻ പറയൂ. അപ്പോൾ 500 രൂപയ്ക്കകത്ത് മാക്ക് എന്ന് പറയുന്ന ഈ മൈക്ക് അത്യാവശ്യം വേർത്താണ്. ഓക്കെ, നിങ്ങൾ ഇതുപോലെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും.
ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പോൾ ഈ മൈക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം, വിശ്വസിച്ച് മേടിക്കാം. അവരുടെ റിവ്യൂ നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് പോയി മേടിക്കാൻ നോക്കണ്ട. നിങ്ങൾ നോക്കുന്ന ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും അതിലേക്ക് റിവ്യൂ നോക്കുക. ചിലതിനകത്ത് മോശപ്പെട്ട റിവ്യൂസാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല റിവ്യൂ ഏതിനകത്ത് വന്നാൽ അത് സെലക്ട് ചെയ്തെടുത്തതാണ്. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ 500 രൂപയ്ക്കകത്ത് അത്യാവശ്യം നല്ലൊരു മൈക്കാണ് മാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്കും. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്തായാലും അടുപ്പിച്ച് വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി ചിലപ്പോൾ ഇനിയിപ്പോൾ മിക്ക ദിവസം കാണും. അതുവരെ ബൈ. ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇനി അടുപ്പിച്ച് വീഡിയോ ഇടാൻ പോകണം ഗൈസ്. അതുകൊണ്ട് അതുവരെ എല്ലാവർക്കും ബൈ.